സഭയിലെ ശിക്ഷാധികാര പ്രയോഗം മനുഷ്യബന്ധങ്ങളിൽ അധിഷ്ഠിതമാകണം. ഫാദർ ഡോക്ടർ ബിജു വർഗീസ് പെരുമായൻ. സഭയിലെ ശിക്ഷാ സംവിധാനങ്ങൾ എന്നും പരസ്പര ബന്ധങ്ങളുടെ ഒരു വിഷയമാണ്. സഭയിലെ ഏതെങ്കിലും ഒരു അംഗം കുറ്റകൃത്യം ചെയ്താൽ അതുവഴി മുറിപ്പെട്ടു പോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാനാണ് യഥാർത്ഥത്തിൽ ശിക്ഷാ നടപടികളിലൂടെ സഭാധികാരികൾ ശ്രമിക്കുന്നത്. സഭയിൽ ബന്ധങ്ങൾ ഒരു പ്രധാന വിഷയമാവുന്നതുകൊണ്ട് തന്നെ ശിക്ഷിക്കാനുള്ള അധികാരവും സഭാധികാരികൾ വിനിയോഗിക്കേണ്ടത് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. കുറ്റം ചെയ്തവനെ ശത്രുവിനെ പോലെയല്ല സഹോദരനെ പോലെ തിരുത്തുക എന്ന വിശുദ്ധ പൗലോസിൻ്റെ ആഹ്വാനം സഭയുടെ ശിക്ഷാ സമ്പ്രദായത്തിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ സമീപനത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്നുണ്ട്. സഭയിലെ ശിക്ഷാ നിയമത്തിൻ്റെ ലക്ഷ്യം പൗരസ്ത്യ കാനോൺ നിയമം കാനോൺ 1401 പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: വഴിതെറ്റിപ്പോയ ആടുകളെ തിരികെ കൊണ്ടുവരാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നവനാണ് ദൈവം. എന്നതിനാൽ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം അവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളവർ കുറ്റം ചെയ്തവരുടെ രോഗം ക്ഷമയിലും പ്രബോധനത്തിലും ഒരിക്കലും വീഴ്ച വരുത്താതെ തന്നെ തിരുത്തലും ശാസനയും അപേക്ഷയും വഴി വേണ്ട രീതിയിൽ ചികിത്സിക്കേണ്ടതാണ്. കുറ്റം വഴിയായി ഉണ്ടായ മുറിവുകൾ സുഖപ്പെടുത്താനും അങ്ങനെ കുറ്റം ചെയ്തവർ നിരാശയുടെ ഗർത്തത്തിൽ വീഴുന്നതും ജീവിതത്തിൽ മാറ്റം വരുത്താതെ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നതും നിയമത്തോട് അവജ്ഞ കാണിക്കുന്നതും ഒഴിവാക്കാനുമായി അവർ ശിക്ഷകൾ പോലും ചുമത്തേണ്ടതാണ്. സഭയിലെ ശിക്ഷാധികാരം പ്രയോഗിക്കുന്നതിലെ ബന്ധങ്ങളിലൂന്നിയ സമീപനം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് അനുരഞ്ജനത്തിലുള്ള നടപടികളാണ്, അല്ലാതെ പ്രത്യേക ശിക്ഷാ കോടതി സ്ഥാപിക്കലല്ല. ശിക്ഷാധികാര പ്രയോഗത്തിന് പിന്നിൽ അധികാരിയുടെ പ്രതികാര ബുദ്ധിയാണ് എന്ന് ശിക്ഷിക്കപ്പെടുന്നവർ ചിന്തിക്കുന്നിടത്തോളം ഒരു ശിക്ഷാ നടപടിയും മാനസാന്തരം ഉളവാക്കില്ല. ശിക്ഷകൾ ചുമത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പശ്ചാത്തലങ്ങൾ കൂടി പറയുന്ന ഈ നിയമം സവിശേഷമായ ദൈവശാസ്ത്ര സ്വഭാവം ഉൾക്കൊള്ളുന്നു. ശിക്ഷകൾ ചുമത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പശ്ചാത്തലങ്ങൾ കൂടി പറയുന്ന ഈ നിയമം സവിശേഷമായ ദൈവശാസ്ത്ര സ്വഭാവം ഉൾക്കൊള്ളുന്നു. ശിക്ഷാ നിയമം നടപ്പിലാക്കുന്നവർക്കും അതിന് വിധേയരാകുന്നവർക്കുമിടയിൽ സവിശേഷ ശൈലിയുള്ള ഒരു ബന്ധം നിലനിർത്തേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ശിക്ഷാ സംവിധാനങ്ങൾക്കും പിന്നിൽ ഒരു സൗഖ്യദായക ലക്ഷ്യം കൂടി സഭ കാണുന്നുണ്ട്. സഭാധികാരികൾക്കും ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികൾക്കുമിടയിൽ നല്ല ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ശിക്ഷാപ്രയോഗങ്ങളിൽ സഭയ്ക്കുള്ള ഈ സൗഖ്യദായക ലക്ഷ്യം കൂടുതൽ ഫലപ്രദമായി വിനിമയം ചെയ്യപ്പെടും. പക്ഷേ നിർഭാഗ്യവശാൽ ഇക്കാലത്ത് ശിക്ഷാ നടപടികളുടെ ഫലമായി സഭയിൽ വിദ്വേഷവും അനൈക്യവും ക്രമരാഹിത്യവും കൂടി വരുന്നതായാണ് മിക്കപ്പോഴും കാണുന്നത്. ശിക്ഷിക്കപ്പെടുന്നവരിൽ സഭാധികാരത്തോട് അതിദീർഘകാലത്തേക്കുള്ള വൈരം സൃഷ്ടിക്കപ്പെടുന്നു. ശിക്ഷ പ്രയോഗിക്കുന്ന സഭാധികാരിയും അതിന് വിധേയനാകുന്ന വ്യക്തിയും തമ്മിൽ നല്ല ബന്ധമില്ലാത്തതാണ് ശിക്ഷിക്കപ്പെടുന്നവരിൽ നിന്നുള്ള ഇത്തരം നിഷേധാത്മക പ്രവണതകൾക്ക് കാരണം. ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സമീപനം ശിക്ഷാ നടപടികൾക്ക് മുമ്പും അത് നടക്കുമ്പോഴും അതിനുശേഷവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രാദേശിക സഭയിൽ സഭാധികാരികളുടെയും വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസികളുടെയും ഇടയിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ പൊതു സാഹചര്യത്തെയാണ് നടപടിക്രമങ്ങൾക്ക് മുമ്പ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അധികാരി തങ്ങളുടെ നന്മയ്ക്കായി ശുശ്രൂഷ ചെയ്യുന്നവനാണെന്നും സത്യവും നീതിയും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണെന്നും വിശ്വാസികൾക്ക് ബോധ്യവും ഉറപ്പുമുണ്ടാകണം. നേരെ മറിച്ച് സഭാധികാരിയുടെ ഭാഗത്തു നിന്ന് നിസ്സംഗതയും സ്വേച്ഛാധികാര പ്രവണതയും പക്ഷാഭേദവും അധികാര ദുർവിനിയോഗവുമാണ് സംഭവിക്കുന്നതെങ്കിൽ ശിക്ഷാപ്രയോഗം തെറ്റു ചെയ്തയാളിൽ മാനസാന്തരത്തേക്കാളുപരി ഹാനികളാവും സൃഷ്ടിക്കുക. സഭാ നേതൃത്വത്തെ വിശ്വാസികൾ വിലമതിക്കാതിരിക്കുകയും സംശയത്തോടെ കാണുകയും ചെയ്യുമ്പോൾ ശിക്ഷാപ്രയോഗങ്ങളുടെ ഫലപ്രാപ്തി തീരെ കുറവായിരിക്കും എന്ന് മാത്രമല്ല ദോഷഫലങ്ങൾ ഉളവാക്കുകയും ചെയ്തേക്കാം. ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ രോഗത്തേക്കാൾ മരണകാരണമാവുന്നതുപോലെ തന്നെ അധികാരികളുടെയും വിശ്വാസികളുടെയും ഇടയിൽ നിലവിലുള്ളത് ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടിയുള്ള കരുതലിൻ്റെയും സഹകരണത്തിൻ്റെയും ഹൃദ്യമായ വ്യക്തിബന്ധങ്ങളുടെ സാഹചര്യമാണെങ്കിൽ ശിക്ഷാധികാര പ്രയോഗത്തെ വിശ്വാസികൾ നല്ല മനസ്സോടെ അംഗീകരിക്കുകയും അത് കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യും. ശിക്ഷകളുടെ പിന്നിലുള്ള സതുദ്ദേശത്തെ തിരിച്ചറിയാൻ തെറ്റു ചെയ്തയാളെ സഹായിക്കുന്നതാവും ഇത്തരം വ്യക്തിബന്ധങ്ങളുടെ പശ്ചാത്തലം. ശിക്ഷാ പ്രക്രിയ നടക്കുന്നതിനിടയിലും ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഈ സമീപനത്തിന് പ്രസക്തിയുണ്ട്. സുവിശേഷവൽക്കരണം ബന്ധങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്. ദൈവത്തിൻ്റെ പിതൃസ്വഭാവം പ്രഘോഷിക്കാനുള്ള അസാധാരണ അവസരമാണ് ശിക്ഷാപ്രയോഗം. ശിക്ഷാപ്രക്രിയയിൽ പങ്കെടുക്കുന്ന സഭാധികാരി, കോടതി അംഗങ്ങൾ, കുറ്റാരോപിതർ, ഇരകൾ തുടങ്ങിയ എല്ലാവർക്കും ഇത് ദൈവസ്നേഹം അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളായിരിക്കണം. ഈ പ്രക്രിയയിൽ ഒരാളുടെ പങ്ക് എന്തായിരുന്നാലും അത് അയാളുടെ രക്ഷയ്ക്ക് സഹായകരമായിരിക്കണം.
ശിക്ഷാ നടപടികൾ പ്രയോഗിക്കുന്നവരും രക്ഷയിലേക്ക് തന്നെയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുവൻ നീതി എപ്രകാരം നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അയാളുടെ രക്ഷ. ശിക്ഷാ പ്രക്രിയയ്ക്കിടെ മറ്റുള്ളവർ കുറ്റാരോപിതരോട് പുലർത്തുന്ന ബന്ധങ്ങളുടെ നന്മയും ആർദ്രതയുമാണ് പലപ്പോഴും അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത്. ശിക്ഷാ നടപടിക്രമത്തിൽ വിധിക്കുന്നവനും വിധിക്കപ്പെടുന്നവനും സഹോദരങ്ങളും യേശുവിൻ്റെ ശിഷ്യരുമാണെന്നുള്ള അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഇത്തരം സമീപനം ശിക്ഷാനന്തര കാലത്തേക്ക് കൂടി വ്യാപിക്കണം. കുറ്റം ചെയ്തയാളുടെ മാനസാന്തരമാണ് ശിക്ഷാ നടപടികൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നതിനാൽ സൗഖ്യദായക സമീപനത്തിൽ ശിക്ഷിക്കപ്പെടുന്നയാൾക്ക് തുടർച്ചയായ സഹായം നൽകേണ്ടത് ആവശ്യമാണ്. ശിക്ഷിക്കപ്പെടുന്ന കുറ്റവാളിയോടുള്ള സ്നേഹം ഒന്നുകൂടി ഉറപ്പിക്കാനും അവനുവേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാരോട് ആവശ്യപ്പെടുന്നു. ശിക്ഷിക്കപ്പെട്ടയാൾ സഭയുമായി അനുരഞ്ജനത്തിലാകുമ്പോൾ മാത്രമേ അധികാരി സന്തോഷിക്കാവൂ. പൊതു നന്മയുടെ പേരിലും മറ്റുള്ളവർ കൂടി മലിനപ്പെടാതിരിക്കാനെന്ന പേരിലും പൊതുജനങ്ങളുടെ ശിക്ഷാദാഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിനായി ചീത്ത ആപ്പിൾ അതിൻ്റെ കുട്ടയിൽ നിന്നെടുത്ത് എറിഞ്ഞു കളയുന്നതും അതിനെ അതിൻ്റെ വിധിക്ക് വിടുന്നതുമാണ് മിക്കപ്പോഴും സഭയിൽ പിന്തുടരുന്ന ശിക്ഷാ നിയമം. സീറോ മലബാർ സഭയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ സഭയിലെ ശിക്ഷാധികാരം പ്രയോഗിക്കുന്നതിൽ മേൽ വിവരിച്ച ബന്ധങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന് പ്രത്യേക പ്രസക്തിയുണ്ട്. മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ എന്നിവർക്കിടയിൽ ശിഥിലമായ ബന്ധങ്ങളും വ്യാപകമായ അവിശ്വാസവും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ എത്ര കാർക്കശ്യത്തോടെ ശിക്ഷാ നടപടി സ്വീകരിച്ചാലും സഭ ആഗ്രഹിക്കുന്ന ഔഷധഫലം കൈവരിക്കാനാവില്ല. അധികാരിയുടെ വിശ്വാസ്യത സംശയിക്കപ്പെടുമ്പോൾ പ്രസ്തുത അധികാരി നൽകുന്ന ഏത് ശിക്ഷയും ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രഭാവലയം സമ്മാനിക്കും. ശിക്ഷിക്കുന്നവൻ്റെ ധാർമ്മികതയും നീതിയും പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നിടത്തോളം സസ്പെൻഷനും മഹറോനും വായുവിൽ പ്രഹരിക്കുന്നത് പോലെയാവും. പുരോഹിതരുടെയും വിശ്വാസികളുടെയും അനുസരണക്കേട് അധികാരിയുടെ തെറ്റായ തീരുമാനത്തോടും നടപടികളോടുമുള്ള പ്രതികരണമാണെങ്കിൽ പരിഹാരമാർഗം ശിക്ഷാ നടപടികളല്ല, മറിച്ച് സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള സംവാദത്തിലൂടെയുള്ള കൂട്ടായ അന്വേഷണമാണ്. അതിനാൽ സഭയിലെ ശിക്ഷാധികാരം പ്രയോഗിക്കുന്നതിലെ ബന്ധങ്ങളിലൂന്നിയ സമീപനം ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് അനുരഞ്ജനത്തിനുള്ള നടപടികളാണ്, അല്ലാതെ പ്രത്യേക ശിക്ഷാ കോടതി സ്ഥാപിക്കലല്ല. ശിക്ഷാധികാര പ്രയോഗത്തിന് പിന്നിൽ അധികാരിയുടെ പ്രതികാര ബുദ്ധിയാണ് എന്ന് ശിക്ഷിക്കപ്പെടുന്നവർ ചിന്തിക്കുന്നിടത്തോളം ഒരു ശിക്ഷാ നടപടിയും മാനസാന്തരം ഉളവാക്കില്ല.